2025 ഇന്ത്യയുടെ മതസാമൂഹിക സാഹചര്യത്തിൽ കൂടുതൽ ഉൾക്കാഴ്ചകൾക്ക് വഴിയൊരുക്കുന്ന സംഭവമായിരുന്നു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നിവരെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. മതസ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനം എന്ന നിലയിൽ ഈ സംഭവം ദേശീയ തലത്തിൽ വലിയ വിവാദമായി മാറി. ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലയിൽ ഉണ്ടായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കന്യാസ്ത്രീകൾക്കെതിരായ നടപടി. മതപരിവർത്തനം നടത്തുന്നുവെന്ന ആരോപണമാണ് ഇവർക്കെതിരായ നിയമ നടപടിക്ക് ആധാരമായത്. പക്ഷേ ആ പ്രദേശത്തെ സാമൂഹിക പ്രവർത്തകരും സഭാ പ്രതിനിധികളും പറയുന്നത് കൃത്യമായ തെളിവുകളൊന്നുമില്ലാതെ വെറും സംശയത്തിന്റെ പേരിലാണ് കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ദിവസങ്ങളോളം ജയിലടച്ചതെന്ന്. മുന്നറിയിപ്പോ പരിശോധനയോ ഇല്ലാതെ നീതിപൂർണമായ സേവന പ്രവർത്തനങ്ങൾക്കിടയിലായിരിക്കുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെ കേരളത്തിലടക്കമുള്ള ക്രൈസ്തവ സമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി. മനുഷ്യാവകാശ സംരക്ഷണ സംഘടനകളും ക്രൈസ്തവ സംഘടനകളും സംഭവത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു. അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ പിന്നീട് വിട്ടയച്ചെങ്കിലും സംഭവം ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നു. ചെറുവസ്ത്രത്തിൽ ജീവിക്കുന്ന കന്യാസ്ത്രീകൾക്ക് പോലും സംരക്ഷതയില്ലെങ്കിൽ നമ്മുടെ സമൂഹം എത്രയോ പിന്നിലായിരിക്കുന്നു എന്നതിന്റെ കടുത്ത ഓർമ്മപ്പെടുത്തലായി ഛത്തീസ്ഗഡിലെ ഈ സംഭവം നിലനിൽക്കും. മതസ്വാതന്ത്ര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഗൗരവം നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നിയമ ദുരുപയോഗങ്ങൾക്കെതിരെ ഒരുമിച്ചുള്ള സമരമാണ് അനിവാര്യമായത്. കൂടാതെ ഈ അറസ്റ്റ് ചെയ്ത സംഭവത്തിന് പ്രതിഷേധം ശക്തമാകുന്നു. കടുത്തുരുത്തിയിൽ നടന്ന വലിയ പ്രതിഷേധം സെന്റ് മേരീസ് താഴ്ത്തുപള്ളി ഫെറാനയുടെ നേതൃത്വത്തിൽ നടന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്ത ഫാദർ മാത്യു ചന്ദ്രക്കുന്നിൽ കന്യാസ്ത്രീകൾക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ ശക്തമായി നടപടി ആവശ്യപ്പെട്ടു. ഉത്തരവാദികൾ ക്രൈസ്തവ സമൂഹത്തോട് പൊതുപ്രേക്ഷകമായി മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ആദ്യമായല്ല കന്യാസ്ത്രീകൾക്ക് നേരെ ഇത്തരം നടപടി ഉണ്ടാകുന്നതെന്നും ഇതിന് പിന്നിൽ RSSന്റെ ഭരണരാഷ്ട്രീയമാണ് പ്രവർത്തിക്കുന്നതെന്നും CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ പ്രസ്താവിച്ചു. വൈക്കത്ത് നടക്കുന്ന CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ആനി രാജയുടെ പ്രതികരണം. മതന്യൂനപക്ഷങ്ങളെ നിശബ്ദമാക്കുന്ന നീക്കമാണ് ഇതെന്ന് അവർ ആരോപിച്ചു.